നമസ്കാരം. നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ബലിപ്പെരുന്നാൾ ആശംസകൾ. വാർത്തകളിലേക്ക്. ത്യാഗസ്മരണയിൽ മുസ്ലിം സമൂഹം ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. ഈദ്ഗാഹുകളിലും പള്ളികളിലും നിരവധി വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിനായി എത്തി. പട്ടാമ്പി മേഖലയിലെ പള്ളികളിലും നിരവധി വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിനായി എത്തിയിരുന്നു. Allahu Akbar. Sami'allahu liman hamida. ത്യാഗസ്മരണയിൽ മുസ്ലിം സമൂഹം ബലിപെരുന്നാൾ ആഘോഷിച്ചു. പെരുന്നാൾ നമസ്കാരത്തിന് പട്ടാമ്പി മേഖലയിലെ ഈദ്ഗാഹുകളിലും പള്ളികളിലും വിശ്വാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. മേലെ പട്ടാമ്പി മദീന മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. മഹൽ ഖത്തീബ് അബ്ദുൽസലാം പുലാപ്പറ്റ പെരുന്നാൾ സന്ദേശം നൽകി. പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. Allahu Akbar. Allahu Akbar. Allahu Akbar. Allahu Akbar. പട്ടാമ്പി സലഫി മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിനും നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. ടി കെ നിഷാദ് സലഫി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് പെരുന്നാൾ സന്ദേശവും കൈമാറി. ഒരു പെരുന്നാൾ സന്തോഷത്തിന്റെ കൂടി ഭാഗമാകാൻ അള്ളാഹു നമുക്ക് ആയുസ് നൽകി, അവസരം നൽകി, ആരോഗ്യം നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. അള്ളാഹുവിനെ സ്തുതിക്കേണ്ട, മനസ്സറിഞ്ഞ് വാഴ്ത്തേണ്ട, റബ്ബിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കേണ്ട, ഉള്ളറിഞ്ഞ് റബ്ബിനോട് ശുക്ർ ചെയ്യേണ്ട സമയമായി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ലോകത്ത് മനുഷ്യൻ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, ഏറ്റവും വലിയ പ്രയാസം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെട്ട ഒരു ജീവിതം എന്നതായിരിക്കും. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ കേരളം വളരെയധികം ചർച്ച ചെയ്ത ഒരു വിഷയം തിരുവനന്തപുരം ജില്ലയിലെ ഒരു മന്ത്രവാദിയുമായി ബന്ധപ്പെട്ട ഒരു കേസായിരുന്നു. പട്ടാമ്പി വലിയ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. സമിഅല്ലാഹു ലിമൻ ഹമിദഹു. Allahu Akbar. Allahu Akbar. Allahu Akbar. Allahu Akbar. Allahu Akbar. പട്ടാമ്പി ടൗൺ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി MES സ്കൂൾ ഗ്രൗണ്ടിൽ പെരുന്നാൾ നമസ്കാരം ഒരുക്കി.
അബ്ദുൽ ജലീൽ ആമയൂർ നേതൃത്വം നൽകി. سمع الله لمن حمده الله أكبر. പ്രവാചകൻ ഇബ്രാഹിമിന്റെയും കുടുംബത്തിന്റെയും ത്യാഗോജ്വല ജീവിതം അനുസ്മരിച്ചുകൊണ്ടായിരുന്നു മുസ്ലിം സമൂഹം ബലിപെരുന്നാൾ ആഘോഷിച്ചത്. പട്ടാമ്പി ടൗൺ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി MA സ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു പെരുന്നാൾ നമസ്കാരം ഒരുക്കിയത്. അബ്ദുൽ ജലീൽ ആമയൂർ നമസ്കാരത്തിന് നേതൃത്വം നൽകി. سمع الله لمن حمده الله أكبر. الله أكبر. الله أكبر. നിരവധി പേർ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കാളികളായി. ഭദ്രമായ കുടുംബ സംവിധാനത്തിനും സുരക്ഷിതവും ഐശ്വര്യപൂർണമായ നാടിന്റെ അഭിവൃദ്ധിക്കുമായി ഏവരും യത്നിക്കണമെന്ന് ഉദ്ബോധന പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു. ആമയൂർ KK കരിയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് K ഷെരീഫും, കരിമ്പുള്ളി അറഫ ഈദ്ഗാഹിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് EM അബ്ദുൽ അസീസ് ഫാറൂഖിയും, കരിങ്ങനാട് സലഫിയ ഗ്രൗണ്ടിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് M മുസ്തഫ സലഫിയും നേതൃത്വം നൽകി. കൊപ്പത്ത് സ്കൂട്ടറും ഗുഡ്സും കൂട്ടിയിടിച്ച് 19-കാരൻ മരിച്ചു. കുലുക്കല്ലൂർ ചുണ്ടമ്പറ്റ സ്വദേശി മുഹമ്മദ് നിഹാലാണ് മരിച്ചത്. കൊപ്പത്ത് ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് 19-കാരന് ദാരുണാന്ത്യം. കുൽക്കലൂർ ചുണ്ടമ്പറ്റ സ്വദേശി മുഹമ്മദ് നിഹാലാണ് മരിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. കൊപ്പം ടൗണിലെ സിഗ്നൽ ലൈറ്റിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം സംഭവിച്ചത്. പട്ടാമ്പി ഭാഗത്തു നിന്നും വിളയൂർ ഭാഗത്തേക്ക് ബൈക്കിൽ വരികയായിരുന്ന കുൽക്കലൂർ ചുണ്ടമ്പറ്റ സ്നേഹപുരം കുളക്കാട്ടിൽ ബദറുൽ മുനീറിന്റെ മകൻ മുഹമ്മദ് നിഹാലിനെ വളാഞ്ചേരി ഭാഗത്തു നിന്നും വരികയായിരുന്ന ഗുഡ്സ് വണ്ടി ഇടിക്കുകയായിരുന്നു. ഗുരുതര പരിക്ക് പറ്റിയ നിഹാലിനെ പെരിന്തമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊപ്പം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ത്യാഗസ്മരണ പുതുക്കിയാണ് വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഞാങ്ങാട്ടി ബദരിയ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിനും തുടർന്ന് നടന്ന ചടങ്ങുകൾക്കും ഖത്തീബ് മുഹമ്മദ് നൌഫൽ ഫൈസി ആലൂർ നേതൃത്വം നൽകി. പരസ്പര സ്നേഹവും സാഹോദര്യവും ത്യാഗസന്നദ്ധതയും ജീവിതത്തിൽ പകർത്തി സഹജീവികൾക്ക് കരുതലായി മാറുവാൻ ഓരോ വിശ്വാസിയും തയ്യാറാകണമെന്ന് അദ്ദേഹം പെരുന്നാൾ സന്ദേശത്തിൽ ആഹ്വാനം ചെയ്തു. നമസ്കാരത്തിന് ശേഷം പരസ്പരം പെരുന്നാൾ ആശംസകൾ നേർന്നാണ് വിശ്വാസികൾ മടങ്ങിയത്. പട്ടാമ്പി മത്സ്യ മാർക്കറ്റിൽ നിന്നുമുള്ള അറവ് മാലിന്യം ഉൾപ്പെടെയുള്ളവ പാടത്തേക്ക് തള്ളുന്നതായി നാട്ടുകാരുടെ പരാതി. ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് BJPയും രംഗത്തെത്തി. പട്ടാമ്പി മത്സ്യ മാർക്കറ്റിന് സമീപത്തെ പാടത്തേക്ക് മലിനജലം ഒഴുക്കിവിടുന്നതിനെതിരെയാണ് പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച മത്സ്യ മാർക്കറ്റിൽ നിന്നുമുള്ള മാലിന്യമാണ് കഴിഞ്ഞ 10 വർഷത്തോളമായി മത്സ്യ മാർക്കറ്റിന് സമീപത്തെ പാടത്തേക്ക് ഒഴുക്കിവിടുന്നതെന്നാണ് ആരോപണം. ഇതുമൂലം പാടത്ത് വലിയ തോതിൽ മലിനജലം കെട്ടിനിൽക്കുകയാണ്. കറുത്ത നിറത്തിൽ പാടത്തിൽ കെട്ടിനിൽക്കുന്ന മലിനജലത്തിൽ നിന്നും രൂക്ഷമായ ദുർഗന്ധവും വമിക്കുന്നുണ്ട്. ഇത് പ്രദേശവാസികളെ വലിയ ദുരിതത്തിലാക്കുന്നുണ്ട്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടവരുത്തുമെന്നാണ് നാട്ടുകാരുടെയും ആശങ്ക. കൃത്യമായ ലൈസൻസ് ഫീയും ടാക്സും വാങ്ങിച്ചുകൊണ്ട് പട്ടാമ്പി നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ മാർക്കറ്റിലെ മലിനജലം യാതൊരുവിധ തരത്തിലുള്ള സംവിധാനവും ഇല്ലാണ്ട് തോട് വഴി പാടത്തേക്ക് ഒഴുക്കിവിടുകയാണ്. ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന പരിസരവാസികളുടെ കിണറുകളിലെ വെള്ളം മുഴുവൻ ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായ നടപടി കാരണം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുമാത്രമല്ല, സ്വന്തം വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ഇവിടുത്തെ ദുർഗന്ധം കാരണം ഇവിടുത്തെ പരിസരവാസികൾ സാധിക്കുന്നില്ല. ഒരു മഴക്കാലമായാൽ പലവിധ രോഗങ്ങൾ കാരണം അവരാകെ ബുദ്ധിമുട്ടുകയാണ്. ഇത്തരത്തിലുള്ള ക്രൂരമായ നഗരസഭയുടെ നടപടി അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകും. അതിൽ യാതൊരുവിധ തർക്കവുമില്ല. ഏത് തരത്തിലുള്ള നടപടിയുമായി പോവാൻ ഇവിടുത്തെ പട്ടാമ്പിയിലെ BJP പ്രവർത്തകർ മുന്നിലുണ്ടാവും. മാർക്കറ്റിന് പിറകിലെ പാടത്താണ് ഇറച്ചിക്കായുള്ള മൃഗങ്ങളെയും അറക്കുന്നത്. ഇതിന്റെ അവശിഷ്ടങ്ങളും സമീപത്തെ തള്ളുന്നുണ്ടെന്നാണ് പരാതി. മഴ പെയ്താൽ സമീപത്തെ തോട്ടിലേക്ക് ഈ മലിനജലം ഒഴുകിയെത്തും. ഇത് പുഴയിലേക്കും സമീപത്തെ വീടുകളിലെ കിണറുകളിലേക്കുമെല്ലാമാണ് ഒഴുകിയെത്തുക. ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടവരുത്തുന്നുണ്ടെന്നാണ് ആക്ഷേപം. നിരവധി തവണ ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം. ഈ സാഹചര്യത്തിൽ കൂടിയാണ് BJP ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. അധികൃതർ ഭാഗത്തു നിന്നും ഇതിനെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് BJP മേഖലാ ജനറൽ സെക്രട്ടറി P. മനോജ് പറഞ്ഞു.
രൂക്ഷമായിട്ടുള്ള ദുർഗന്ധമാണ് ഈ ഭാഗത്തുള്ളത്. പട്ടാമ്പി മത്സ്യ മാർക്കറ്റിന്റെ പുറകുവശത്ത് മൃഗങ്ങളെ അറുത്തതിന്റെ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുകയാണ്. ഈ മാലിന്യം സംസ്കരിക്കാനുള്ള യാതൊരു നടപടിയും ഇത്ര കാലമായിട്ടും നിരവധി കാലങ്ങളായിട്ട് പട്ടാമ്പിയിലെ ജനങ്ങളും BJPയും ഇത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പട്ടാമ്പി നഗരസഭ ഇതിന് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇതുവരെയും. ആ മാലിന്യങ്ങൾ ഇപ്പോഴും ഇവിടെ തുറസായ സ്ഥലത്താണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഇനിയൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ തൊട്ട് താഴെയായിട്ട് ഏതാണ്ട് 50ഓളം വീടുകൾ ഉണ്ട്. നിരവധി ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ ഈ മാലിന്യങ്ങൾ മുഴുവൻ വെള്ളത്തിലൂടെ ഒഴുകി അവിടെ താഴെയുള്ള വീടുകളുടെ കിണറുകളിലേക്കാണ് എത്തുന്നത്. അവിടെ അവരുടെ കുടിവെള്ളത്തിനെ വളരെ ഗുരുതരമായ രീതിയിൽ അത് ബാധിക്കുന്നതാണ്. ആളുകൾക്ക് സ്കിൻ ഡിസീസ് പോലെയുള്ള രോഗങ്ങൾ വരുന്നതാണ്, പകർച്ചവ്യാധികൾ വരുന്നതാണ്. ഇതിനു മുമ്പ് പ്രളയമുണ്ടായ സമയത്തൊക്കെ ഈ മലിനജലം ഒഴുകി എത്തിയിട്ട് അവിടെ വീടുകളിലൊക്കെ ഈ മാലിന്യങ്ങൾ എത്തിച്ചേർന്നതാണ്. അവിടുത്തെ പരിസരവാസികളായിട്ടുള്ള ആളുകളും BJPയുടെ സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ചേർന്നിട്ടാണ് അത് വൃത്തിയാക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ രീതിയിലുള്ള ഗുരുതരമായ പ്രശ്നമാണുള്ളത്. ഇത് മുമ്പ് പറഞ്ഞ സമയത്ത് നഗരസഭ ഇവിടെ ഒരു ക്യാമറ സ്ഥാപിക്കാമെന്ന് പറഞ്ഞതാണ്. അതും ചെയ്തിട്ടില്ല. ഇത് വൃത്തിയാക്കാനോ ഈ മാലിന്യം ശുചീകരിക്കാനോ ഇത് ഒഴിവാക്കാനോ ഉള്ള യാതൊരു നടപടിയുമില്ലാതെ പരസ്യമായിട്ട് മൃഗങ്ങളെ അറവ് ചെയ്ത് അതിന്റെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന നടപടിയാണുള്ളത്. അപ്പൊ ഇതിനെതിരെ ശക്തമായ നടപടി നഗരസഭ സ്വീകരിച്ചില്ലെങ്കിൽ BJP ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭം സംഘടിപ്പിക്കും. നഗരസഭ ഇതിന് മറുപടി പറയേണ്ടതായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അക്ഷരജാലകം ബുക്സ് ഏർപ്പെടുത്തിയ ഗുരുശ്രേഷ്ഠ അധ്യാപക പുരസ്കാരം സമ്മാനിച്ചു. പട്ടാമ്പി അക്ഷരജാലകം മികച്ച അധ്യാപികയെ തെരഞ്ഞെടുത്ത അജിത P. നായർക്കാണ് അക്ഷരജാലകം ഗുരുശ്രേഷ്ഠ പുരസ്കാരം സമ്മാനിച്ചത്. മഹാരാഷ്ട്രയിലെ പൂനെയിൽ സ്പെഷ്യൽ സ്കൂളിലെ പ്രിൻസിപ്പലാണ് അജിത P. നായർ. സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നത് പരിഗണിച്ചാണ് പുരസ്കാരം. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലുള്ള അവരുടെ കുടുംബ വീട്ടിൽ വെച്ചായിരുന്നു പുരസ്കാര സമർപ്പണം. എഴുത്തുകാരും അക്ഷരജാലകം ഭാരവാഹികളുമായ ഹുസൈൻ തട്ടത്താഴത്ത്, ജുബൈർ വെള്ളാടത്ത്, സദാനന്ദൻ P. തുടങ്ങിയവർ സംസാരിച്ചു. ഷഹ്റബാൻ ഹുസൈൻ, റിം ഹനാൻ, മർവാൻ ഇബ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ ED റെയ്ഡിൽ പ്രതിഷേധിച്ച് CPM തൃത്താല ഏരിയ കമ്മിറ്റി കൂറ്റനാട് സെന്ററിൽ റാലിയും പൊതുയോഗവും നടത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം VK ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുൻ MLA TP കുഞ്ഞുണ്ണി അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം PN മോഹനൻ, ഏരിയ സെക്രട്ടറി TP മുഹമ്മദ്, തൃത്താല ബ്ലോക്ക് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, AK ഷാനിബ്, TA കരീം, KP ശ്രീനിവാസൻ, V അനിരുദ്ധൻ, VP റെജീന, K ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. കൂറ്റനാട് സെന്ററിൽ നടന്ന പ്രതിഷേധ സമരത്തിൽ തൃത്താലയിലെ എല്ലാ ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുമായി 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. തുടർന്നും ഇതേ നിലയിലുള്ള നടപടികളുമായിട്ടാണ് ഗവൺമെന്റും EDയും കേന്ദ്ര BJP ഗവൺമെന്റും RSSും ഒക്കെ മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിശക്തിയായ പ്രക്ഷോഭവും ഈ കേരളത്തിൽ അലയടിച്ച് ഉയർന്നു വരും എന്ന് ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും CPIM ഓർമ്മപ്പെടുത്തുകയാണ്. കൂറ്റനാട് നെല്ലിക്കാട്ടിൽ ശ്രീ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം വെള്ളിയാഴ്ച ആഘോഷിക്കും. പുലർച്ചെ 5 മണിക്ക് മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് 8 മണിക്ക് നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം, മറ്റു താന്ത്രിക പൂജകൾ എന്നിവ നടക്കും. പൂജകൾക്ക് ശേഷം ഭക്തർക്കായി പ്രഭാത ഭക്ഷണം ഉണ്ടായിരിക്കും. രാവിലെ 10-ന് സർവൈശ്വര പൂജയും തിരുവാതിരക്കളിയും അരങ്ങേറും. ഉച്ചയ്ക്ക് 12 മണിക്ക് ഭക്തജനങ്ങൾക്ക് വിഭവസമൃദ്ധമായ പിറന്നാൾ സദ്യ നൽകും. വൈകിട്ട് 5 മണിക്ക് നട തുറക്കലിനെ തുടർന്ന് 6 മണിക്ക് ഭഗവതി സേവയും 6:30-ക്ക് ദീപാരാധനയും രാത്രി 7-ന് ചുറ്റുവിളക്കും ഉണ്ടാകും. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.